जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. ഇത് 1977 ജൂൺ മാസമാണ്. പ്രഭുപാദ് ഫെബ്രുവരി ആ സമയത്താണ് അവിടെ വൃന്ദാവനത്തിലെത്തിയത്. അതിനുശേഷം ജൂൺ ആരോഗ്യം വളരെ അങ്ങ് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ജൂൺ ആയപ്പോഴത്തേന് ചൂട് സീസൺ ആയി. പതുക്കെ നല്ല ചൂടായി. യമുനയിലെ വെള്ളമൊക്കെ അങ്ങ് കുറഞ്ഞു. പൊടിക്കാറ്റുകൾ വരാൻ തുടങ്ങി. ആകാശമൊക്കെ മേഘമൊക്കെ മാറി, എല്ലാം ബ്ലൂ ആയിട്ട് മാറി. അങ്ങനെ വൃന്ദാവനത്തിലേക്ക് ആൾക്കാർ ഈ ചൂട് സീസൺ ആകുമ്പോഴത്തേന് ഉച്ച തൊട്ട് വൈകിട്ട് 4 മണി വരെ വീട്ടിനകത്ത് തന്നെ ആയിരിക്കും, പുറത്തോട്ട് ഇറങ്ങത്തില്ല. അവർ ഭക്ഷണം ആ സമയത്ത് വളരെയധികം കുറയ്ക്കും. കാരണം നല്ല ചൂട് വരുമ്പോൾ വിശപ്പും പോവും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ആ സമയത്ത് പ്രഭുപാദിന്റെ ആരോഗ്യം കുറച്ച് മെച്ചപ്പെടുക ചെയ്തു. GBCs എല്ലാം തിരിച്ചു പോയി. അതിനുശേഷം ജൂൺ മാസമായപ്പോഴത്തേനും പ്രഭുപാദിന്റെ ആരോഗ്യം കുറച്ച് മെച്ചപ്പെട്ടു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും താഴേക്ക് കൃഷ്ണ ബലരാമിനെ കാണാൻ വേണ്ടി പ്രഭുപാദിന്റെ റൂമിൽ നിന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും പ്രഭുപാദിനെയും ഇതിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി അവിടെ ഇരുത്തും. അപ്പം എപ്പോഴും പ്രഭുപാദ് കൃഷ്ണബലരാമനെ നോക്കും. കൃഷ്ണബലരാമനെയാണ് പ്രഭുപാദിന്റെ വൃന്ദാവനത്തിൽ വെച്ച് പ്രഭുപാദിന്റെ മാക്സിമം ഫോക്കസ്. ഇപ്പം 3 ഡേറ്റീസ് ഉണ്ടെങ്കിലും കൃഷ്ണബലരാമനെയാണ് പ്രഭുപാദ് നോക്കുന്നത്. എന്നിട്ട് ഇന്ന് നല്ല ഡ്രസ്സായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. പ്രഭുപാദിനെ തമാൽ മരത്തിന്റെ താഴെയാണ് ഒരു റോക്കിംഗ് ചെയറിലാണ് ഇരുത്തുന്നത്. അപ്പോൾ പ്രഭുപാദ് ആ സന്ദർഭം യൂസ് ചെയ്യും. ആരൊക്കെ പ്രോഗ്രാം വന്നിട്ടുണ്ട് എന്നൊക്കെ നോക്കും. ആരൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പ്രഭുപാദ് നോക്കും. അപ്പം ഈ ഗുരുകുല ബോയ്സ് പ്രഭുപാദിന്റെ മുമ്പിൽ നിന്ന് കീർത്തനം ചെയ്ത് നൃത്തം വയ്ക്കും. വൃന്ദാവനത്തിലെ ആൾക്കാർ അതൊരു അവസരമായിട്ട് കണ്ടിട്ട് പ്രഭുപാദിന്റെ അടുത്ത് വന്ന് പാദത്തിൽ കുറച്ച് ലക്ഷ്മി പൈസ ഇട്ടിട്ട് പ്രഭുപാദിനെ നമസ്കരിക്കും. അങ്ങനെ എല്ലാവർക്കും അതൊരു റുട്ടീൻ പോലെ ആയി പ്രഭുപാദ് റെഗുലറി വരുമ്പോൾ. പിന്നെ ചില സമയത്ത് പ്രഭുപാദിന് ഒരു സ്പെഷ്യൽ പ്രൈവറ്റ് ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രഭുപാദിന്റെ ഹൗസിൽ പോയാൽ അറിയാൻ പറ്റും. പ്രഭുപാദിന്റെ റൂമിന്റെ ബാക്കിലായിട്ട് ചെറിയൊരു ഗാർഡൻ ഉണ്ടാക്കി. അത് പ്രഭുപാദിന്റെ തന്നെ ശിഷ്യൻ ഒരാള് അവിടെ ഒരു ഫൗണ്ടനും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വെള്ളം തെറിക്കുന്ന ഒരു വെള്ളമാണ്. ചെറിയൊരു ഫൗണ്ടനും പ്രഭുപാദിന് ഇരിക്കാനുള്ള സ്ഥലം. അപ്പം അവിടെയും പ്രഭുപാദ് ഇടയ്ക്കിടയ്ക്ക് പോയി ഇരിക്കും. അപ്പം പ്രഭുപാദ് ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും. ഇപ്പം തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയും. അമ്മ തന്നെ ഗർഭത്തിലായിരുന്ന സമയത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതും ഈ കുഞ്ഞ് നല്ല രീതിയിൽ വരാനായിട്ട്. ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊല്ലുന്ന സമൂഹമാണ്. അപ്പം എല്ലാവരും സ്റ്റെറിലൈസേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇന്ദിരാഗാന്ധി എല്ലാവരെയും കമ്പൽസറി സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്ന്. ഇന്ത്യയുടെ ജനസംഖ്യ കുറയ്ക്കണം, അതുകൊണ്ട് നിർബന്ധിതമായിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യണം എന്നൊക്കെയുള്ള. അപ്പോൾ അതൊക്കെ പ്രഭുപാദ് അതിനെക്കുറിച്ച് പറയും. യഥാർത്ഥത്തിൽ വില്ലേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവരെ കുട്ടികളെ ശരിയായ രീതിയിൽ നല്ലൊരു ഭക്തരാക്കി മാറ്റുന്ന രീതിയിലാണ് ആ സംസ്കാരങ്ങളും എല്ലാം ഉള്ളത്. അപ്പോൾ അത് ഈ ആധുനിക കാലത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രഭുപാദ് പറയും. എന്നിട്ട് പ്രഭുപാദ് പിന്നെ ഒരു കാര്യം പറയും. അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോയ കാര്യം പറയും. യഥാർത്ഥത്തിൽ ഇത് ഇത്രയും നല്ലൊരു സ്ഥലമാണ് എന്നാണ് വൃന്ദാവനം, നല്ലൊരു സ്ഥലമാണ് താമസിക്കാൻ, ഒരു ഗ്രാമീണമായിട്ടുള്ള സ്ഥലം, അത് നല്ല സ്ഥലമാണ് എന്ന് പറയും. പക്ഷെ അപ്പം പ്രഭുപാദ് പറയും, പക്ഷെ എനിക്ക് അമേരിക്കയിൽ നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ അമേരിക്കയിലേക്ക് പോയി അവിടെ സ്ഥിരമായിട്ട് നിന്ന് പ്രീച്ച് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ 1967 എനിക്കൊരു സ്ട്രോക്ക് വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വൃന്ദാവനത്തിലേക്ക്, ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ അവസരം ഇത് വന്നത്. അപ്പം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പ്രീച്ച് ചെയ്യുക, ലോകമെമ്പാടും പ്രീച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ഫോഴ്സ്ഡായിട്ട് ഇവിടെ സ്ട്രോക്ക് വന്ന കാരണം 1967 സ്ട്രോക്ക് വന്ന കാരണം തിരിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു.
എന്നിങ്ങനെ പ്രഭുപാദ് പറയും. അപ്പം പ്രഭുപാദ് എന്നിട്ട് പറയും, നമുക്കൊക്കെ ഓരോ പ്ലാൻ ഉണ്ട്, ഓരോ രീതിയിൽ ചെയ്യണമെന്ന്. പക്ഷെ അത് ഭഗവാന്റെ തീരുമാനം നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറയും. അപ്പൊ 1967 സ്ട്രോക്ക് വന്ന സമയത്ത് പ്രഭുപാദ് വന്നപ്പം പ്രഭുപാദ് പ്രാർത്ഥിക്കുമായിരുന്നു ഭഗവാനോട്, ഞാൻ ഇവിടെ നിന്ന് പ്രീച്ച് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ എന്തുകൊണ്ട് എന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഭഗവാൻ എനിക്ക് നല്ലൊരു ക്ഷേത്രം തരാൻ വേണ്ടിയായിരുന്നു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് മനസ്സിലായി എന്ന്. ഇത് മറ്റ് എല്ലാ ക്ഷേത്രങ്ങളെക്കാട്ടിലും 100 ഇരട്ടി നല്ല ക്ഷേത്രമാണ്, മികച്ച ക്ഷേത്രമാണ് ഇത് കൃഷ്ണബൽറാം മന്ദിർ വൃന്ദാവനത്തിൽ എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. സരസ്വതി മഹാരാജ് പറയുന്ന, ഒരു പരിശുദ്ധ ഭക്തന് ചിലപ്പം ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങൾ തുടക്കത്തിൽ മനസ്സിലാകത്തില്ല, പക്ഷെ കാലം ചെല്ലുമ്പം ഭഗവാൻ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും മികച്ചതായിരിക്കും, അദ്ദേഹത്തിന്റെ ചിന്തയ്ക്ക് ഉപരിയായിരിക്കും എന്നുള്ള കാര്യം പ്രഭുപാദ് അതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്ന് എന്നൊക്കെ പറഞ്ഞു.